ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു മൊബൈൽ ഫോണിലൂടെ ഒരു ഗൂഗിൾ ഫോം നിർമ്മിക്കാമെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഫോംസ് ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോർ എടുക്കുക. അതിൽ ഫോംസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാണ് ഈ ആപ്പ്. അപ്പോൾ നിങ്ങളിത് ഇവിടുന്ന് ഇൻസ്റ്റാൾ ആക്കുക. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ആദ്യം കുറേ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിൽ ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം, ഇവിടെ കുറേയധികം ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. നമുക്കിപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഫോമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ക്രിയേറ്റ് ബ്ലാങ്ക് ഫോം എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഒരു ഗൂഗിൾ ഫോമിന് എന്താണോ ടൈറ്റിൽ കൊടുക്കേണ്ടത് അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്കതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇതിന് ശേഷം നമുക്കത് ടിക്ക് ചെയ്ത് ഇതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് അതെല്ലാം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ, മൾട്ടിപ്പിൾ ചോയ്സ്, അങ്ങനെ കുറേയധികം ഡേറ്റ്, ടൈം കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുള്ള കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഷോർട്ട് ആൻസർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കുക. അതിൽ ആ ഒരു വ്യക്തിയുടെ പേര് ചോദിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളിത് റിക്വേർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വ്യക്തിക്ക് അതിനുള്ള ആൻസർ കൊടുത്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം രണ്ടാമതൊരെണ്ണം കൊടുക്കണമെങ്കിൽ അതുപോലെ തന്നെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഓക്കെ ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ജെൻഡർ നമുക്ക് ചോദിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആഡ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഏതൊക്കെയാണോ സ്പെസിഫൈ ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഒരു ആഡ് ഓപ്ഷൻ കൊടുത്ത് മെയിൽ എന്നും കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാം. ബാക്കി നമുക്ക് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെയാണ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ഫോമിൻ്റെ കൂടെ ഒരു വ്യക്തിയുടെ ഇമെയിൽ അഡ്രസ്സും വേണമെങ്കിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കാണിത്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്ത് ആർക്കൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത് അത് നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെ അല്ലാതെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിനെ കാണാൻ വേണ്ടി വ്യൂ ഫോം കൊടുക്കാം. ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോമാണ്, അതിൻ്റെ ആ ഒരു ഫോർമാറ്റാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നെയിം, ഇവിടെ പ്ലേസ്, ഇവിടെ ജെൻഡർ, ഇതുപോലെയാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ റിക്വേർഡ് എന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കിയിട്ടതുകൊണ്ടാണ് ഇവിടെ എല്ലാം ദിസ് ഈസ് റിക്വേർഡ് ക്വസ്റ്റ്യൻ എന്ന് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ഇമെയിൽ എന്ന ഭാഗത്ത് ഒരു ഇമെയിൽ, ചുമ്മാ ഒരു ഇമെയിൽ റാൻഡമായിട്ടൊരെണ്ണം കൊടുക്കാം. ഓക്കെ, നെയിം കൊടുക്കാം. ഓക്കെ, പ്ലേസ് കൊടുക്കാം. ജെൻഡർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു റെസ്പോൺസിൻ്റെ കോപ്പി നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയിടാം, ഇല്ല എങ്കിൽ ഓഫ് ആക്കിയിടാം. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ലായിട്ടുണ്ട്. നമുക്കിനി ആ ഒരു വ്യക്തി ഫില്ല് ചെയ്തിരിക്കും റെസ്പോൺസ് കാണാനായിട്ട് വീണ്ടും നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ ഫോംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ 1 റെസ്പോൺസ് എന്ന് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തത്. അപ്പോൾ ഇതും എടുക്കുക. വ്യൂ റെസ്പോൺസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പം കുറേയധികം പേര് ഇതിൽ റെസ്പോൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ അത്രയും നമ്പേഴ്സ് കാണിക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുക. നമുക്ക് ഓരോരുത്തരുടെയും കാണാൻ സാധിക്കും.